ഗുഡ് മോർണിംഗ് സാർ. അപർണ ഇല്ലാത്ത ഉണ്ട്. നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നേ ഉള്ളോ? മണി 9 ആയല്ലോ. ഈ റൊട്ടിയും ജാമും തിന്ന് നീ അങ്ങ് ഉണങ്ങിപ്പോയല്ലോടി. ഭാനുവേട്ടൻ കഴിച്ചതാണോ? ഓ, എനിക്കിതൊക്കെ അങ്ങനെ മനസ്സമാധാനായിട്ടിരുന്ന് കഴിക്കാൻ പറ്റുന്ന പരുവാണോ? നീ കഴിക്കേ. എന്താ ഈ വഴിക്ക്? ഒന്നും പറയണ്ട കുഞ്ഞെ, കാലക്കേടിന്റെ കാലവാ. അമ്മയ്ക്കാണെങ്കിൽ സുഖമില്ല. ബാത്റൂമിൽ വീണ പിന്നെ കിടപ്പ. എന്റെ ബിസിനസ് ആണേ നഷ്ടത്തിലുവാ. ഞാനതങ്ങ് പൂട്ടി. ആദ്യം ബിസ്ക്കറ്റ് കമ്പനി തുടങ്ങി, അത് പൂട്ടി. പിന്നെ അച്ചാർ കമ്പനിയായി. ഇപ്പതാ റെഡിമെയ്ഡ് ഷോപ്പും പൂട്ടി. ഇനി എന്താ അടുത്ത പ്ലാൻ? നീ എന്നെ വഴക്ക് പറയരുത്. ഒരു ഇലക്ട്രോണിക് ഷോപ്പ് തുടങ്ങാൻ ആലോചന. നല്ലൊരു ഷോറൂം ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ 5 ലക്ഷം അഡ്വാൻസ് കൊടുക്കണം. ഓ, ലാഭമാണല്ലോ. അതെ, ഷോറൂം ഡെക്കറേഷന് 5 രൂപ, കമ്പനികൾക്ക് സെക്യൂരിറ്റി വെക്കണം, അതിനെല്ലാം കൂടി ഒരു 15 രൂപ. എന്തിനാ ഇതൊക്കെ എന്നോട് പറയുന്നേ? മൂലധനം ഇല്ലാതെ ബിസിനസ് തുടങ്ങാൻ പറ്റുമോ? അച്ഛന്റെ വിൽപത്ര പ്രകാരം 50 ലക്ഷം രൂപയാണ് ചെറിയമ്മയ്ക്ക് ഞാൻ കൊടുത്തത്. അതൊക്കെ ഇറക്കിയല്ലേ ഞാൻ ബിസിനസ് ചെയ്തത്. 10 പൈസ ബാക്കിയില്ല. വിൽപത്രത്തിൽ പെടാത്തത് ഞാൻ ചെയ്തില്ലേ? ഒരു വീട് തന്നു. ഇന്നത്തെ നിലയ്ക്ക് 40 ലക്ഷം രൂപയെങ്കിലും വില വരും. അത് സെക്യൂരിറ്റി കൊടുത്താൽ ബാങ്ക് ലോൺ കിട്ടില്ലേ? വീട് പണയത്തിലാന്നേ ബ്ലേഡ്. ഇനിയും ഞാൻ സഹായിക്കുന്ന കരുതിയാണോ ഭാനുവേട്ടൻ വന്നത്? അല്ലാതെ വേറെ ഒരു വഴിയില്ല മോളെ. ഹോസ്പിറ്റലിൽ റിനോവേഷൻ നടക്കുകയാണ്. പൈസയൊക്കെ ഞാൻ അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്തിരിക്കുക. എങ്കിലൊരു കാര്യം ചെയ്യും, നീ ഒന്ന് ജാമ്യം നിന്നാ മാത്രം മതി. ബാങ്കുകാരെ വളയ്ക്കുന്ന കാര്യം ഞാൻ ഏറ്റു. നടക്കില്ല ഭാനുവേട്ട. നിയമപ്രകാരം തരേണ്ടതും അതിലധികവും ഞാൻ തന്നു കഴിഞ്ഞു. ഓഹോ, നീ ലീഗൽ പോയിന്റ് പറയുകയാണോ? എന്റെ അമ്മ നിയമപരമായിട്ട് നിന്റെ അച്ഛന്റെ ഭാര്യയായിരുന്നു. രണ്ടാം ഭാര്യ എന്റെ അമ്മയല്ലല്ലോ. ഏത് ഭാര്യ ആയാലും സ്വത്ത് വീതം വെക്കുമ്പോ നേർപകുതി ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ഏതായി ഞങ്ങൾ? നിങ്ങൾ എന്റെ അച്ഛന്റെ മകനാണോ? അല്ലല്ലോ, രണ്ടാം ഭാര്യയുടെ ആദ്യ വിവാഹത്തിലെ മകൻ. അവകാശം ചോദിക്കാൻ തന്നെയാണ് ഞാൻ വന്നത്. ശങ്കേഴ്സ് ഹോസ്പിറ്റലിനെ 50 കോടി രൂപയെങ്കിലും വില വരും. അതിന്റെ പകുതി എന്റെ അമ്മയ്ക്ക് കിട്ടണം. പോയി കേസ് കൊടുക്കണോ? ഗെറ്റ് ലോസ്റ്റ്, യു ബ്ലഡി യൂസ്ലെസ്. ഓഹോ, നീ ഇംഗ്ലീഷിൽ പറഞ്ഞ് എന്നെ പേടിപ്പിക്കല്ലേ? കേസും കോടതിയില്ലാതെ നിന്നോട് കാശ് മേടിക്കാൻ അരിക്കലാടി. വാച്ച്മാൻ, ഇയാളെ പിടിച്ച് പുറത്താക്കൂ. നീ വാച്ച്മാനെ വിളിച്ചു വരുത്തി എന്നെ പുറത്താക്കല്ലേ? നിനക്ക് അറിയില്ലടി എന്നെ. നീ സൂക്ഷിച്ചോ, നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല. എന്നെ വിടാൻ ആരാ ഇവൻ? ചന്ദ്രബാനു. അത് ഡോക്ടറുടെ 2-ാമയുടെ മോനെ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിലമ്പുണ്ടാക്കും. പിള്ളച്ചേട്ടാ, ഒരു നമ്പർ കാച്ചട്ടെ. എന്ത് നമ്പർ? ഹീറോയിസം. ഇവനെ അങ്ങ് പൂശ. എടാ, അവന് നല്ല തടിമെടുക്ക. ഞാൻ വാച്ച്മാന്റെ ബലം കണ്ടാ പറഞ്ഞത്. ഇപ്പോഴാണെങ്കിൽ റിസ്ക് കുറവാ. ഒറ്റയ്ക്ക് പോയാ മതി. നീയല്ലേ ഹീറോ. ആരെങ്കിലും കൂട്ടിൽ വിളിക്കുന്നത് മോശമാണ്. ഡേഞ്ചർ സിറ്റുവേഷൻ ആണെങ്കിൽ ഇടപെടാം. പിന്നെ ഇനിയും വരെ അവളോട് പറഞ്ഞേക്കെ. രാമേന്ദ്രൻ പോകാൻ പറ്റേ? താനവിടെ നിൽക്കണം മിസ്റ്റർ. ആണുങ്ങളില്ലാത്ത വീട്ടിൽ വന്ന് ഷോ കാണിക്കുന്ന ഇടിച്ച് സിലിണ്ടർ ഇളക്കി കളയും. ബ്ലഡി റാസ്കൽ. ഡോക്ടർ അപർണ എന്ന് പറഞ്ഞ ആരാന്ന് വിചാരിച്ചിട്ടാ? ആതുര സേവന രംഗത്തെ ഡോക്ടർ ഫ്ലോറൻസ് നൈറ്റിംഗേലാ. ഡോക്ടർ ഫ്ലോറൻസ് നൈറ്റിംഗേൽ. അവരെ തൊട്ടാ ഞാൻ വെറുതെ ഇരിക്കത്തില്ല. തൽക്കാലം പൊയ്ക്കോ. മേലാലി ഏരിയെ കണ്ട തൃപ്രയാർ മാധവനാരാണെന്ന് നീ അറിയും. ഇതെന്റെ പെങ്ങടെ വീടാ. നീ ആരാ? നിന്റെ അച്ഛന്റെ വീടാണെങ്കിൽ ഇടിച്ച് ഞാൻ കൊന്നുകളയും. ബ്ലഡി ഫൂൾ. അയ്യോ വേണ്ട സാറേ. വേണ്ട മധു, വിട്ടേക്ക്. അയാൾ പോട്ടെ മധു. നാട്ടുകാരറിഞ്ഞ എനിക്ക് തന്നെയാ കുറച്ചില്. ജസ്റ്റ് ലീവ് ഹിം മധു. ഡോക്ടർ പറഞ്ഞുകൊണ്ട് ഞാൻ വെറുതെ വിടുന്നു. പോ, എവിടെയെങ്കിലും പോയി രക്ഷപ്പെടും. എന്റെ കൺട്രോൾ തെറ്റുന്നു. രാമേന്ദ്രൻ, ഇയാളെ പിടിച്ച് പുറത്താക്കും. ഒന്ന് പോണം സാറേ, പോണം. ഇവനാണോടി നിന്റെ പുതിയ ആനക്കാരൻ തൃപ്രയാർ മാധവൻ? ആ പാവം പിടിച്ച ഡോക്ടറെ മോനെ നീ തല്ലിയിറക്കിയത് യവന് വേണ്ടിയായിരുന്നു അല്ലേ? ആണെങ്കിൽ നിനക്കെന്താണ് നഷ്ടം? അല്ല പിന്നെ ആനക്കാരന് പറ്റിയ പേരാടാ നിന്റേത്, തൃപ്രയാർ മാധവൻ. രണ്ടിനും കുത്തി കീറിക്കളയും ഞാൻ. ഇവിടെ സൊക്കുറ്റി അവനെ പിടിച്ചാ നല്ല കാര്യമാ. സോറി ഡോക്ടർ, കുറെ നേരമായി ഞാൻ മോളിരുന്ന് ഇയാളുടെ ഒച്ചപ്പാട് കേൾക്കുന്നു. ആദ്യമൊക്കെ പോട്ടെ പോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഡോക്ടറെ തല്ലും കൊല്ലും എന്നൊക്കെ പറഞ്ഞപ്പോ എന്റെ കൺട്രോൾ പോയി. ശബ്ദം ലേശം കൂടിപ്പോയല്ലേ. ഐ എം റിയലി സോറി. നോ നോ, യു പെർഫെക്റ്റ്ലി ഇൻ ടൈം. ഈ സഹായം ഞാൻ മറക്കില്ല. എന്തായാലും പുതിയ അയൽവാസി കൊള്ളാം. സ്പോർട്സ്മാൻ, ഗായകൻ, ആപത് ബാന്ധവൻ. എനിക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ടു മധു. യു ആർ സോ നൈസ് മധു.
Okay then, see you, bye. ബൈ. മധു, എന്തോ പിന്നെ ഒരു ചെറിയ കറക്ഷൻ. എന്താ? ഈ ഫ്ലോറൻസ് നൈറ്റിംഗേൽ ഡോക്ടർ അല്ല, നഴ്സാ. ഓ, ഈവനിങ് ക്ലബിൽ കാണാം. വരില്ലേ? വരാം. വരണം. വരും. Okay then, see you, bye. Take care. See you. തന്റെ പെർഫോമൻസ് കലക്കി. എന്താ വല്ലതും നടക്കുമോ? പലതും നടന്നു വരും. ആ, നിന്റെ കാര്യം ഒന്ന് നടത്തി കിട്ടിയിട്ട് വേണം എനിക്ക് നിന്നെ വെച്ചൊരു കളി കളിക്കാൻ. എന്നെ വെച്ച് പിള്ളച്ചേട്ടൻ എന്ത് കളി കളിക്കാൻ? അയ്യോ, നീയും അപർണയും കൂടെ ഒരു അങ്ങനെയൊക്കെ ആയാ പിന്നെ നീ പറയണത് അവൾ അനുസരിക്കില്ലേ? അനുസരിക്കണമല്ലോ. എന്താണ് ഞാൻ അനുസരിപ്പിക്കേണ്ടത്? അവരുടെ ആശുപത്രിയിൽ എന്റെ മരുന്ന് മാത്രമേ വാങ്ങാവൂ. ക്വാളിറ്റി ഇത്തിരി കുറവാണെന്നേ ഉള്ളൂ. സമയം ശരിയാണെങ്കിൽ മരുന്ന് പാളിയാലും രോഗം മാറും. അപ്പോൾ പേഷ്യൻസിന്റെ കാര്യം? പ്ലീസ്, ഈ കച്ചവടത്തിൽ എനിക്കെന്താ ലാഭം? വാടക ഫ്രീ. ഇന്ന് മുതൽ 10 പൈസ റെന്റ് തരണ്ട. അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി. ലക്ഷങ്ങളുടെ ബിസിനസ്സാ. പ്രോഫിറ്റിന്റെ 50-50. 50-50. കോൾ അടിച്ചല്ലോ. അപ്പൊ ഇന്ന് മുതൽ അഡ്വാൻസ് ആയിട്ട് വാടകയുമില്ല, ഫുഡും ഫ്രീ. 10 രൂപ. അയ്യേ, ഇവൻ ഹലോ, ഹലോ. Doctor, I'm waiting for your reply. No chance. അരുണിനെ വിട്ടു തന്നിട്ടുള്ള ഒരു സെറ്റിൽമെന്റിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും ഞാൻ തയ്യാറല്ല. അവന് വേണ്ടിയാണ് ഞാൻ. എന്നെ പിരിഞ്ഞ് അവന് നിൽക്കാൻ കഴിയില്ല. ഇത് ചോദിക്കാൻ ആനന്ദ് ഇത്രയും ബുദ്ധിമുട്ടേണ്ടിയിരുന്നില്ല. നമ്മൾ തമ്മിൽ വ്യക്തിവൈരാഗ്യങ്ങളൊന്നുമില്ല. പക്ഷേ എന്റെ പ്രൊഫഷണൽ എഫിഷ്യൻസിയാണ് നിങ്ങളിപ്പോൾ വെല്ലുവിളിച്ചത്. നോക്കൂ മിസ്റ്റർ, ഇതെന്റെ ജീവിത പ്രശ്നമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എന്റെ മകൻ. ഇത് ഞങ്ങളുടെ ജീവിതമാണ്. അതിനിടയ്ക്ക് ഒരു വക്കീൽ വന്ന് വെല്ലുവിളിച്ചു, പുച്ഛിച്ചു എന്നൊക്കെ പറഞ്ഞാൽ വൈ ആർ യു ഗെറ്റിംഗ് സോ ഇൻവോൾവ്? ശരി, ഞാനൊരു എതിർഭാഗം വക്കീലിനെ പോലെ സംസാരിക്കാം. കൗൺസിലിംഗ് ഫെയിൽ ആയ സ്ഥിതിക്ക് ജഡ്ജി കേസ് പോസ്റ്റ് ചെയ്യും, വിസ്താരത്തിനെടുക്കും. നിങ്ങളുടെ വക്കീലും അപർണയുടെ വക്കീലായ ഞാനും കോടതിയിൽ ഹാജരാകും. നിങ്ങളെയും അപർണയും വിസ്തരിക്കും. ദാറ്റ് ഈസ് പ്രൊസീജിയർ. എനിക്ക് വേണമെങ്കിൽ ഗിരിജയും വിസ്തരിക്കാം. ഡൈവോഴ്സ് കിട്ടാതെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു സ്ത്രീയായിട്ട് ബന്ധമുണ്ടെന്ന് എനിക്ക് തെളിയിക്കാൻ കഴിയും. എങ്ങനെ? ഇത് ധർമ്മയുദ്ധമല്ല, പെണ്ണുകേസാ. Come on, man. Come to the point.